ഹായ് മക്കളെ, 45 ഡേയ്സ്, അതായത് പരമാവധി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 45 ദിവസമാണ് ഫെബ്രുവരി 16 സ്റ്റാർട്ട് ചെയ്യുന്ന +1 മോഡൽ എക്സാമിലേക്ക്. ആൻഡ് ഈ 45 ദിവസത്തിൽ നമുക്ക് ഏകദേശം പഠിക്കാൻ 50 മുകളിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. പ്രത്യേകം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ 45 ദിവസങ്ങളുടെ നിങ്ങൾ അവധി ദിനങ്ങളും ശനിയും ഞായറും ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബത്തിലെയും അപ്പുറത്തെ വീട്ടിലെയും കല്യാണ ദിവസങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് സുഖമില്ലാത്ത ദിവസങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ മൂടില്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും നിങ്ങൾക്ക് എത്ര ദിവസമാണ് പഠിക്കാൻ കിട്ടുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് 50ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത്. ആൻഡ് ആ ചാപ്റ്റർ തന്നെ എത്ര വലുപ്പമുണ്ട് നിങ്ങൾക്കറിയാം. സാധാരണത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി പുതിയ പാറ്റേൺ വന്നിരിക്കുന്നു. കുറച്ച് ഡെപ്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്മസ് എക്സാം തെളിവാണ്. ആൻഡ് ഈ ഒരു കാര്യം ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് +1 മക്കൾ എന്നുള്ളത് 100% എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങളുടെ മെസ്സേജ് വഴിയും കോൾ വഴിയൊക്കെ. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുമെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുന്നു മാത്രമല്ല ഒരു ഹോപ്പ് നിങ്ങൾക്ക് വരും. അവസാനം വരെ വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഞാൻ ആദ്യമേ പറഞ്ഞാലാം, നിങ്ങൾ എത്ര വലിയ തീരുമാനം എടുത്താലും അതൊക്കെ പൊളിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ 2 ആൾക്കാർ വിചാരിച്ചാൽ മതി. ആ 2 ആൾക്കാർക്ക് എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾ ഒരുമിച്ച് തീരുമാനം എടുക്കുക, ഒരുമിച്ച് പഠിക്കുക. ഞാൻ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 50 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനില്ല എന്നുള്ളതാണ്. അതായത് മക്കളെ, ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ +1 തുടങ്ങിയപ്പോൾ കുറച്ച് ആവേശത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഓണപ്പരീക്ഷ കുറച്ചുണ്ടാവും, ക്ലാസ് ടെസ്റ്റിന് കുറച്ചുണ്ടാവും, ക്രിസ്മസ് എക്സാമിനൊക്കെ ആയിട്ട് മുഴുവൻ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിന്ന് മിക്കവാറും കുട്ടികൾക്ക് ഒരു 10 ചാപ്റ്ററെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന കേസ് ഉണ്ടാവും അല്ലേ? 10 ചാപ്റ്ററെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു കേസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ 10 ചാപ്റ്ററുകൾ എന്ത് ചെയ്യണ്ട, ഇനി നിങ്ങൾ ഇപ്പോൾ വീണ്ടും പഠിക്കണം. അറിയുന്ന ചാപ്റ്റർ വീണ്ടും പഠിക്കുന്നതിന് പകരം അറിയാത്ത ചാപ്റ്റേഴ്സാണ്. അപ്പം തന്നെ എന്താണ്, 40 ദിവസവും അല്ലെ 45 ദിവസവും 40 ചാപ്റ്റർ എന്നുള്ള രീതി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് ആ ഇൻഡെക്സ് പേജ് ഒന്ന് നോക്കിയിട്ട്, കണ്ടന്റ് പേജ് ഒന്ന് നോക്കിയിട്ട് ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാവുന്ന ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് ചെയ്താൽ മക്കളെ, ആ ചാപ്റ്ററുകൾ നിങ്ങൾ എന്താണ് ഇനി നമ്മൾ തൊടാൻ പോകുന്ന മോഡൽ എക്സാം അടുത്തിട്ട് ആ ഒരു 10-ാം തീയതിക്കൊക്കെ ശേഷമുള്ള ഒരു റിവിഷൻ ടൈമിലായിരിക്കും. ആൻഡ് അതിനുശേഷം കുറച്ചും കൂടെ വൃത്തിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫൈനൽ എക്സാമിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് ഗ്യാപ്പുകൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 6-ാം തീയതിയാണ് നിങ്ങളുടെ ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അതിനുശേഷം കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് 15-ാം തീയതി എങ്ങനെയാണ് ഏകദേശം കെമിസ്ട്രിയുടെ എക്സാം വരുന്നത്. അതിനുശേഷം വീണ്ടും ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടേ ബയോളജി ഒക്കെ വരുന്നുള്ളൂ. അപ്പം എന്താണ്, നിങ്ങൾക്ക് അവിടെയൊക്കെ സമയമുണ്ട്. അവിടെയൊക്കെ ദൈവം അറിയുന്ന ചാപ്റ്റർ ഫില്ല് ചെയ്യാം. പക്ഷെ അറിയാത്ത ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ചെയ്തു വെക്കലാണ് ഒന്നാമത്തെ ആശ്വാസത്തിൻ്റെ പോയിന്റ്. 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് മക്കളെ. അതായത് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഹെക്റ്റിക് ഡേയ്സ് ആയിരിക്കും. ചാപ്റ്റേഴ്സ് തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ചാപ്റ്റർ തീർക്കുന്ന ദിവസത്തിൽ ഇപ്പോൾ ഏതോ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാറേ ഒരു ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് 3 ചാപ്റ്റേഴ്സ് ആറ്റംസ്, ന്യൂക്ലിയൈ, സെമി കണ്ടക്ടർ എന്താണ് ഒറ്റ ദിവസം കൊണ്ട് തീർത്തു, എന്താ പറയുക, എന്നിട്ട് പിറ്റേ ദിവസം എക്സാം ഉണ്ടാവും പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഹെക്റ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ചില സ്കൂളുകളിലൊക്കെ എന്തായിരിക്കും, എക്സാമുകൾ, സീരീസ് ടെസ്റ്റുകൾ ഇങ്ങനെ നടത്തും. ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ നന്മക്കാണ് അവരത് ചെയ്യുന്നെങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല എന്നറിയാം. അപ്പം മക്കളെ, സ്കൂൾ ടെസ്റ്റ് ആയിക്കോട്ടെ, സ്പെഷ്യൽ ക്ലാസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ദിവസത്തിൽ മിനിമം, ബാക്കിയൊക്കെ ചെയ്യാനുണ്ട് എന്ന് പ്രതീക്ഷ കേട്ടോ, മിനിമം എന്ത് ചെയ്യണം, ഒരു 2 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ മാർച്ചിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ സ്പെൻഡ് ചെയ്യണം. അതായത് എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടുവരാനുണ്ടാവും, അസൈൻമെൻറ്റ്സ് ഉണ്ടാവും, മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ ആണെങ്കിലും 2 മണിക്കൂർ നിങ്ങൾ മാർച്ചിലേക്ക് നിങ്ങൾ പഠിക്കണം. അത് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ ആ കുട്ടി പറഞ്ഞില്ലേ, ആറ്റംസും ന്യൂക്ലിയയും അതേപോലെ തന്നെ സെമി കണ്ടക്ടർ എടുത്തു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, 3 എടുത്തല്ലേ, ടീച്ചർ എടുത്തല്ലേ, സാറില്ല പാവല്ലേ, ആറ്റംസ് എന്ത് ചെയ്യുക, ഇന്നങ്ങ് പഠിച്ചാലേ വിചാരിച്ചിട്ട് യൂട്യൂബിലൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ് കണ്ട് വൃത്തിയിൽ പഠിച്ചിട്ട് ആറ്റംസ് അവിടെ തീർക്കുക. അതെന്താണ്, ഒരു വെടിക്ക് 2 പക്ഷ. ടീച്ചർ എടുത്തതും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് മാർച്ചിലെ പരീക്ഷയ്ക്കും. ഇനിയിപ്പോൾ എന്താണ്, അടുത്ത ആഴ്ച നിങ്ങൾക്ക് എന്താ, ഫിസിക്സിൽ ആദ്യത്തെ 4 പാഠം നിങ്ങൾക്ക് പരീക്ഷ ഉണ്ട്. 4 ചിലപ്പോൾ നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല. 4 തീർക്കുമ്പോൾ എന്താ, അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി പഠിക്കുന്നു. പക്ഷെ അതിലെന്ത് ചെയ്യാണ്, 2 പാഠം നമ്മളങ്ങ് തീർക്കുകയാണ്. എന്ത്, ആദ്യത്തെ 2 ഇലക്ട്രിക് ചാർജും അതേപോലെ തന്നെ പൊട്ടൻഷ്യലും കപ്പാസിറ്റർ എന്താ നമ്മൾ വൃത്തിയിൽ അങ്ങ് പഠിക്കുകയാണ്. അപ്പം എന്താണ്, ഒരു വെടിക്ക് 2 പക്ഷ. ആ ലെവലിൽ പഠിക്കാം മക്കളെ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ സീരീസ് എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് മോഡൽ എക്സാമിന് എത്ര മാർക്ക് ഉണ്ട് എന്നൊന്നും എന്തല്ല
നിങ്ങൾക്ക് +1 എക്സാം കഴിഞ്ഞിട്ട് 70%-ഉം 65% ആകുമ്പോൾ എനിക്ക് സീരീസിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ആരോടും പറയാനാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ചീത്ത കേൾക്കും, വീട്ടിൽ നിന്നും എന്താ പറയുക ടീച്ചേഴ്സിനും ചീത്ത കേൾക്കും, അല്ല ടീച്ചേഴ്സിൻ്റെ അടുത്തും ചീത്ത കേൾക്കും. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫൈനൽ എക്സാം മാർക്ക് പോയിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ചീത്ത മാത്രമായിരിക്കില്ല, എൻ്റെ ലൈഫും കൂടെ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ആലോചിച്ചിട്ട് ഫൈനൽ എക്സാമിന് വേണ്ടി മാത്രമായിരിക്കണം ഇനി അങ്ങോട്ട് നിങ്ങൾ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. ബാക്കി സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു വേണം ചെയ്താൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി എങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. റിവിഷൻ വീഡിയോസ് കാണാം. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഡ്യൂപോർട്ട് മാത്രമല്ല, വേറെ ഏത് യൂട്യൂബ് ചാനൽ എടുത്താലും നിങ്ങൾക്ക് ഇപ്പോൾ ആ ചാനലുകളിലുള്ള മിക്കവാറും വീഡിയോസ് മുഴുവൻ എന്താണ് ആ ഒരു പഴയ പാറ്റേണിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു രീതിയിലുള്ളതാണ്. പക്ഷെ അത് മതിയാവില്ല എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പക്ഷെ അതെന്നാലും എന്താണ് ഒരു 70% 80% ആണ് കവർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതും കൂടെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എഡ്യൂപോർട്ടിന്റെ ബൂസ്റ്റർ ബാച്ച് ആണ്. മാറിയ പാറ്റേൺ അനുസരിച്ച് എല്ലാ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസും ഡെപ്തിൽ പഠിപ്പിക്കുന്ന രീതിയിലാണ് ബൂസ്റ്റർ ബാച്ച് ഉള്ളത്. ആൻഡ് ആ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഓരോ ദിവസം എന്ത് പഠിക്കണം എന്നൊന്നും എന്ത് ചെയ്യണ്ട, നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അന്നന്ന് ഷെഡ്യൂൾ തരും, അത് വൃത്തിയിൽ പഠിച്ചാൽ മാത്രം മതി. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന എന്ത് ചെയ്യുക, ലിങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ ഞങ്ങൾ ഡീറ്റെയിൽസ് പറയാം, നിങ്ങൾ വിളിച്ചു തരും. അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്യുന്നതിന് യൂട്യൂബിൽ എന്ത് ചെയ്യുക, അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റ് കാണാം. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ സാധാരണയായിട്ട് 2020 ശേഷമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും എന്ത് ചെയ്യുക നിങ്ങൾ നോക്കുക. പക്ഷെ അതല്ല നോക്കേണ്ടത്. നിങ്ങൾ 2012-ലെയും 2010-ലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുക്കണം. ഇത് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ എഡ്യൂപോർട്ടിന്റെ ആപ്പിൽ നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ടാണ്, അതിനൊരു ഫീസും വേണ്ട. +1 എന്ന് പറഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുമെന്ന് മാത്രമല്ല അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ നോക്കി ഈ ക്രിസ്മസ് എക്സാമിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കൊടുത്താൽ 2012 ബോർഡ് എക്സാമിലെ പല ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ വന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ മറക്കരുത്. 2012 മുതൽ ചെയ്യുക. ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്തതാണ് നല്ലത്. കാരണം പഠിച്ചിട്ടൊരു ഉപകാരം, ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എന്താ നമ്മൾ പഠിക്കുന്നത്. അപ്പം അത് പ്രത്യേകിച്ച് നോക്കുക. ഈ 2 സ്റ്റെപ്പും കഴിയുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളൊരു ചാപ്റ്റർ തീരുന്നത്. അപ്പം ചില കുട്ടികളൊക്കെ വിചാരിക്കുന്നത്, സാർ അങ്ങനെയാണെങ്കിൽ 40 പോയിട്ട് 20 പോലും തീരടാ. നിങ്ങൾക്ക് ഭാഗ്യമാണ്, നിങ്ങളുടെ ടൈം ടേബിൾ അത്യാവശ്യം നല്ല ഡെപ്തിലുണ്ട്. അല്ലെങ്കിൽ ഡെപ്തല്ല, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡാണ്. ടൈം ടേബിൾ ഇതിൽ വെച്ചിട്ടില്ല. പക്ഷേ 6-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു 11-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് തോന്നുന്നു. പിന്നെ 15-ാം തീയതിയാണ് കെമിസ്ട്രി. പിന്നെ 20-നാണ് ബയോളജി കഴിഞ്ഞിട്ട് ഫിസിക്സ് 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ആ ഗ്യാപ്പിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ അപ്പം നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യമാണ് എന്ത്, എന്നാൽ സാറേ കുറച്ചും കൂടെ കളിച്ച് നടന്നാലോ. പക്ഷേ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഇനി അങ്ങോട്ട് നിങ്ങൾ ഡെയിലി 2 മണിക്കൂർ പഠിക്കുന്നില്ലെങ്കിൽ മാർച്ചിൽ അല്ലെങ്കിൽ നിങ്ങൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെയിലി 6-10 മണിക്കൂറും പഠിക്കാമെന്നുള്ളൊരു വ്യാമോഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഇത് മെല്ലെ കയറി ഇന്നിപ്പം 2 മണിക്കൂർ പഠിക്കാൻ വിചാരിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂറേ പഠിക്കാനുള്ളൂ. അത് കയറി ഒരു പോയിന്റിലാണ് ഭൂം എന്ന് പറഞ്ഞ് മാറുക. ആ പോയിന്റിൽ എത്താൻ എന്ത് ചെയ്യും, അത്യാവശ്യം സമയമെടുക്കും. അതാണ് നിങ്ങളുടെ മാർച്ച്. ഇപ്പം മുതൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല മക്കളെ, നിങ്ങൾക്ക് മാർച്ചിലേക്ക് ആകുമ്പോഴത്തേക്ക് വേറെ ലെവലാകാൻ പറ്റും. അങ്ങനെ ആയ ഒരുപാട് കുട്ടികളുണ്ട്. ഒരൊറ്റ ചോദ്യം മാത്രമാണ്, ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ എന്നുള്ളത്. തയ്യാറാണെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ പൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി പിന്നത്തേക്ക് വെച്ചാൽ നിങ്ങളെ കൊണ്ട് നടക്കില്ല. എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണോ ഇപ്പം നിങ്ങളോട് പഠിക്കണ്ട അല്ലെ പഠിക്കാൻ സമ്മതിക്കാത്തത്, അതൊക്കെ അന്നുണ്ടാവും. ഇതിനേക്കാൾ ശക്തമായിട്ട് എന്നുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കൈവിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, മക്കളെ ഒരുപാട് കുട്ടികളെ കുറിച്ച് നിങ്ങൾ കേൾക്കാറുണ്ട്, 10-ാം ക്ലാസ് വരെ നന്നായി പഠിക്കായിരുന്നു, +2-ൽ എന്താണ് അവൻ സ്കൂൾ മാറിയപ്പോൾ ആകെ ഉഴപ്പി വഴിതെറ്റിപ്പോയി എന്നൊക്കെ പറയും. അതേപോലെ മിക്കവാറും ഇപ്പം നിങ്ങളെക്കുറിച്ചും അല്ലെ ഒരു മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങളെക്കുറിച്ചും പറയാൻ ചാൻസ് ഉണ്ടല്ലേ, ശരിക്കും ഉഴപ്പിയതല്ലേ. നമ്മൾ ശ്രമിക്കാതെ ഈ ഒരു +1-ലെ മാർക്ക് +1-ലെ മാർക്ക് എന്താണ്, +1-ലെ മാർക്ക് എങ്ങനെ നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ബോധ്യം വരും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പാരൻസിനും ടീച്ചേഴ്സിനൊക്കെ ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ +2 അതിലബദ്ധമായിരിക്കും. ആ കുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത്, 10-ാം ക്ലാസ് വരെ. എൻ്റെ ഒരു അമ്മാവനൊക്കെ ഉണ്ട്, ഉമ്മക്ക് ഇപ്പോഴും പറയും 10-ാം ക്ലാസ് ഒരു അടിപൊളിയായിരുന്നു, +2-ൽ വേറെ കോളേജിൽ പോയപ്പോൾ ആകെ പ്രീ ഡിഗ്രിക്ക് വേറെ കോളേജ് വഴിതെറ്റി, ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാം. അത് നിങ്ങൾ ആലോചിക്കണം. അതായത്
എത്രയോ നല്ല പൊസിഷനിലെത്തേണ്ട നിങ്ങൾക്ക് ഈ ഒരു 2 മാസത്തെ നിങ്ങളുടെ ഉഴപ്പ് കാരണം എവിടെ എത്താതെ പോകാനുള്ള സാധ്യതയുണ്ട്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക പഠിക്കാൻ തയ്യാറാണോ അല്ലയോ എന്നുള്ളത്. തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഈ വീഡിയോ നിങ്ങളുടെ ആ 2-3 ഫ്രണ്ട്സിനെ അയക്കണം. അവരും കൂടെ ഒരുമിച്ച് തീരുമാനിച്ചാൽ ഇത് എന്തെങ്കിലും ആവുള്ളൂ. സോ അത്ര മാത്രമേ പറയാനുള്ളൂ. പേടിക്കേണ്ട, സമയമുണ്ട്, ആവശ്യത്തിന് സമയമുണ്ട്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ തുടങ്ങണം. അതുമാത്രമാണ് ഇന്നത്തെ വീഡിയോ. ഈ ഓരോ ദിവസം എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ. ബൈ.